കേട്ടാൽ ഒരൽപ്പം വിചിത്രമെന്ന് തോന്നാം, പക്ഷേ ഇത് സംഭവിച്ചിരിക്കുന്നു. അലൈനിൽ നിന്നാണ് ഈ റിപ്പോർട്ട്. ഒരു മലയാളി തൻ്റെ വില്ലയ്ക്കുള്ളിൽ കുറച്ച് സ്ഥലത്ത് നെല്ല് വിളയിച്ചിരിക്കുകയാണ്. മരുഭൂമിയിൽ എന്തൊക്കെ വിളയും? എന്തും വിളയിക്കാമെന്നാണ് എടപ്പാൾ ചേകന്നൂർ സ്വദേശിയായ അബ്ദുൽ ഗഫൂർ പറയുന്നത്. അലൈനിലെ താമസസ്ഥലത്തിനോട് ചേർന്നുള്ള ഇടത്ത് ഇദ്ദേഹം നെല്ല് നടാൻ തീരുമാനിച്ചതും അങ്ങനെ. നെല്ല് വിതച്ചോ, ഞാറ് പറിച്ചു നട്ടു. ഇപ്പോൾ നെല്ല് കതിരിട്ടിരിക്കുന്നു. നാട്ടിൽ നിന്നാണ് നടാനുള്ള നെല്ല് കൊണ്ടുവന്നത്. ഞങ്ങളുടെ നാട്ടിലെ കുടുംബത്തോടൊപ്പം കൃഷി നോക്കുന്ന കോത എന്ന് പറഞ്ഞൊരു സഹോദരനുണ്ട്. അദ്ദേഹത്തോട് പറഞ്ഞ് നെല്ലിൻ്റെ വിത്ത് വേണമെന്ന്. അത് എൻ്റെ ഉമ്മ വരുമ്പോൾ, വിസിറ്റിങ്ങിന് വരുമ്പോൾ ഉമ്മാൻ്റെ അടുത്ത് വിത്ത് കൊടുത്തയച്ചു. ആ വിത്ത് കൊടുന്ന് ഞാനിവിടെ കൊണ്ടുവന്ന് മുളപ്പിച്ച് പിന്നെ ഒരു 2 കണ്ടുണ്ടാക്കി അതിൽ പിന്നെ വിതറി മുളച്ചതിന് ശേഷം ഞാറ് പറിച്ച് നട്ട്. വെള്ളം കെട്ടി നിൽക്കാനായി നിലത്ത് പ്ലാസ്റ്റിക് വിരിച്ച് അതിൽ മണ്ണ് നിറച്ചായിരുന്നു ഇദ്ദേഹത്തിന്റെ നെല്ലു നടൽ. 5 മാസം കൊണ്ടാണ് കതിരിട്ടത്. സമ്പൂർണ്ണമായ വിജയം തന്നെയാണ് നെല്ലിലുണ്ടായത്. കാരണം ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം പിന്നെ വെള്ളം ഇവിടെ നമുക്ക് കൂടുതൽ ഉപയോഗിക്കുക എന്നുള്ളത് പ്രയാസമാണ്. അതുകൊണ്ട് ഞാൻ പ്ലാസ്റ്റിക് വിരിച്ചിട്ടാണ് അതിൻ്റെ മുകളിലാണ് മണ്ണ് ഇട്ട് അതിൻ്റെ മുകളിലാണ് ഞാൻ നെല്ല് കൃഷി ചെയ്തത്. അലൈൻ മനാസിറിലുള്ള മസ്ജിദുർ റഹ്മാൻ എന്ന പള്ളിയിൽ കഴിഞ്ഞ 9 വർഷമായി ഇമാമാണ് അബു മഹമ്മൂദ് എന്നറിയപ്പെടുന്ന അബ്ദുൽ ഗഫൂർ. തന്റെ താമസ സ്ഥലത്തിനോട് ചേർന്നുള്ള ചെറിയ ഇടത്ത് കശുമാവ് അടക്കമുള്ളവ ഇദ്ദേഹം കൃഷി ചെയ്തിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിൽ തന്നെ കശുമാവ് കാണാനാവുക ഒരുപക്ഷെ ഇവിടെ മാത്രമായിരിക്കും. ഇഞ്ചി, ഒലിവ്, ഞാവൽ, ഉള്ളി, മാതളം, പയർ, കപ്പ, ചേമ്പ്, കറിവേപ്പില തുടങ്ങിയവയെല്ലാം അബ്ദുൽ ഗഫൂറിന്റെ കൃഷിത്തോട്ടത്തിൽ. ഇപ്പോൾ മാവും പ്ലാവും കുരുമുളകും നട്ടിട്ടുണ്ട് ഇദ്ദേഹം. കീടനാശിനികൾ ഉപയോഗിക്കാതെയാണ് കൃഷി. തൊട്ടാവാടിയും ഇദ്ദേഹത്തിന്റെ തോട്ടത്തിൽ. തൊട്ടാവാടി ഇവിടെ എത്തിക്കാൻ ഒരു കാരണമുണ്ട്. അബ്ദുൽ ഗഫൂറിന്റെ അറബി സുഹൃത്ത് ഒരിക്കൽ നാട്ടിൽ വന്നു. അന്ന് തൊട്ടാവാടി കണ്ട സുഹൃത്തിന് അത്ഭുതം. അങ്ങനെ ഈ അത്ഭുതം അബ്ദുൽ ഗഫൂർ തോട്ടത്തിലെത്തിക്കുകയായിരുന്നു. കൃഷിയിൽ ഇദ്ദേഹത്തെ കുടുംബം സഹായിക്കുന്നുണ്ട്. തങ്ങൾക്കും കൃഷി ഏറെ താല്പര്യമാണെന്ന് മകൾ ഫാദില. ഞാൻ പല എല്ലാ ഇതിലും സപ്പോർട്ട് ചെയ്യലും ഹെൽപ്പ് ചെയ്യലും ചെയ്യുന്നുണ്ട്. പിന്നെ അങ്ങനെ നെല്ലിനും ഇതിലും പിന്നെ കശ്മാവിൻ്റെയിലും വിത്തിടാനും നനക്കാനും എല്ലാത്തിനും. ഏത് സമയത്ത് നിങ്ങൾ രാവിലെയാണോ അല്ലെങ്കിൽ സ്കൂൾ വിട്ടതിന് ശേഷമാണോ? ഈവനിങ് ടൈമിലുണ്ട്. 4 മണി തൊട്ട് 5 മണി വരെ. എല്ലാ ദിവസവും ഉണ്ടാവുമോ അല്ലെങ്കിൽ ലീവുള്ള ദിവസങ്ങളെല്ലാം ഉണ്ടാകലുണ്ട്. പിന്നെ വെള്ളിയാഴ്ച ശനിയാഴ്ച കൂടുതൽ ടൈം ഇവിടെ ഉണ്ടാകും. പിന്നെ എല്ലാ സ്കൂളിലെ ദിവസങ്ങൾ 1 മണിക്കൂർ 2 മണിക്കൂർ. ഈ സ്കൂളിലെ ഫ്രണ്ട്സ് ക്ലാസ്മേറ്റ്സ് ഒക്കെ വരലുണ്ട് അവിടെ കാണാൻ വേണ്ടി? അവരോട് പറയാറുണ്ട്? ആർക്കും അറിയോ ഇതുമ്പോ? എല്ലാവർക്കും അറിയാം. വരാമെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഒരു ട്രിപ്പായിട്ട്, ഒരു സ്റ്റഡി ടൂറായിട്ട് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹം കുടുംബസമേതം തോട്ടത്തിൽ പോയിരിക്കും. ഇത് മാനസികമായി ഏറെ സന്തോഷം തരുന്നതാണെന്ന് അബ്ദുൽ ഗഫൂർ. ഇപ്പോൾ പിന്നെ സത്യം പറയുകയാണെന്ന് വെച്ചാൽ കൃഷി ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. കാരണം പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ ഈ കൃഷി സ്ഥലത്തൊക്കെ വരുമ്പോൾ നമുക്ക് മാനസികമായിട്ട് വളരെ സന്തോഷമുണ്ട്. എനിക്കും എൻ്റെ കുടുംബത്തിനും. അതുപോലെ കുടുംബവും വളരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വിഷയത്തിൽ. കുട്ടികളും. ഈന്തപ്പനയോട് ചേർന്നാണ് നെല്ല് കൃഷി ചെയ്തിരിക്കുന്നത്. നെൽത്തടങ്ങളിൽ മീനുകളെയും വളർത്തുന്നുണ്ട്. 2 ആഴ്ചക്കുള്ളിൽ നെല്ല് കൊയ്യാനാവും. കൊയ്ത്ത് സുഹൃത്തുക്കളെയെല്ലാം വിളിച്ച് ആഘോഷമാക്കാനാണ് ഈ കർഷകന്റെ തീരുമാനം. കുറച്ച് ദിവസം കഴിഞ്ഞാൽ കൊയ്യണം. അപ്പോൾ കൊയ്യുമ്പോൾ നമ്മളെ കൂട്ടുകാർ ഉണ്ട്, പള്ളിയിലുള്ള ജോലിക്കാരാണ്, കുടുംബമുണ്ട് ഇവിടെ. അവരൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ വന്നിട്ട് ഒരു ആഘോഷമായിട്ട് മാറ്റണം എന്നുള്ള തീരുമാനമുണ്ട്. നാട്ടിലെ ആഘോഷമായിട്ട് മാറ്റണം എന്നുള്ളത് തന്നെയാണ്. നാട്ടിൽ സാധാരണ നാടൻ പാടുണ്ട്, ഇവിടെ അറബി പാട്ടൊക്കെ പാടണം എന്നുള്ള പ്ലാൻ ഇട്ടിട്ടുണ്ട്. അബ്ദുൽ ഗഫൂറിന് കൃഷി ഉത്സവമാണ്. തന്റെ കുടുംബത്തോടൊപ്പം ഇദ്ദേഹം ആഘോഷ